അങ്ങനെ ബാലചന്ദ്രനെതിരെ രാജീവനും വൈജയന്തിയുടെ ബാക്കി സഹോദരങ്ങളും ഒറ്റക്കെട്ടായി സംസാരിച്ച് അലീനയെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നുണ്ട്, അലീന എൻ്റെ മകളാണ് എന്നുള്ള സത്യം. അവർ ഞെട്ടലോടെയാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും രാജീവൻ പുറത്തിറങ്ങിയതിന് ശേഷം വൈജയന്തിയുടെ ബാക്കി സഹോദരങ്ങളോടൊത്ത് സംസാരിക്കുന്നുണ്ട്. അത് ബാലചന്ദ്രൻ്റെ മകൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബാലചന്ദ്രൻ എന്തോ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് വളച്ചുണ്ടാക്കിയ കഥയാണോ കെട്ടുകഥയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യണം. ഇത് എന്തായാലും ഒരു ഉറപ്പ് വേണമല്ലോ. ഇത് ബാലചന്ദ്രൻ്റെ മകളാണോ, അത് ബാലചന്ദ്രൻ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് വേലക്കാരിയായിട്ട് താമസിപ്പിക്കുന്നതാണോ എന്ന്. അതിനുവേണ്ടി നമുക്കൊരു DNA ടെസ്റ്റ് നടത്തണം. അപ്പോൾ നമുക്കറിയാമല്ലോ അത് ബാലചന്ദ്രൻ്റെ മകൾ തന്നെയാണോ എന്നുള്ള കാര്യം. അങ്ങനെ അവരുടെ അവസാനത്തെ തീരുമാനത്തിനൊടുവിൽ ബാലചന്ദ്രൻ്റെയും അലീനയുടെയും മുടികൾ ശേഖരിച്ച് DNA ടെസ്റ്റിന് അയക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അവസാനം ഒരു തീരുമാനിച്ചതിൻ്റെ ഒടുവിൽ തന്നെ വൈജയന്തിയോട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. വൈജയന്തി, നമുക്കൊരു കാര്യം ചെയ്യണം. ബാലചന്ദ്രൻ്റെയും അലീനയുടെയും DNA ടെസ്റ്റ് നടത്താം. അപ്പോൾ അതിനവരുടെ മുടികൾ കളക്ട് ചെയ്താലേ മതിയാവൂ എന്ന്. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ രാജീവേട്ട ഈ ചെയ്യുന്നത്? ബാലചന്ദ്രൻ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കെട്ടുകഥകൾ മെനയുകയാണ്. അല്ലാതെ ഇത് ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല. അയാൾക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, അതെനിക്കറിയാമെന്ന്. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിനക്കറിയാം വൈജയ്? നിനക്കുണ്ടായ ബന്ധത്തെപ്പറ്റി അന്ന് ബാലചന്ദ്രൻ അറിയാമായിരുന്നോ? ഇതുവരെയായിട്ട് ബാലചന്ദ്രൻ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ ബാലചന്ദ്രന് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ കയറിയിട്ടുണ്ടോ എന്ന് നിനക്കെങ്ങനെ അറിയാൻ കഴിയും? അതിൽ അവരുടെ ബന്ധത്തിലുണ്ടായിരുന്ന മകളാണോ അത് അലീന എന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല വൈജയൻ. രാജീവൻ അങ്ങനെ പറയുന്നതോടുകൂടി വൈജയന്തി ആകപ്പാടെ അങ്ങ് തകരുകയാണ്. വൈജയന്തി പറയുന്നുണ്ട്, ശരി, ബാലചന്ദ്രൻ അങ്ങനെ എന്നെ ചതിച്ചിട്ടുണ്ട് എങ്കിൽ ബാലചന്ദ്രന്റെ മകളാണോ എന്ന് എനിക്കറിയണം. പക്ഷേ അതിനുവേണ്ടി ഞാൻ എങ്ങനെ ബാലചന്ദ്രന്റെ മുടികൾ കളക്ട് ചെയ്യും? എനിക്കതിന് കഴിയില്ല. അയാളുടെ മുറിയിൽ പോലും പോകാനുള്ള അനുവാദം ബാലചന്ദ്രൻ എനിക്ക് തന്നിട്ടില്ല. അതൊക്കെ അയാൾ എന്നിൽ നിന്നും നിഷേധിച്ചു കളഞ്ഞു എന്ന്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ശരി, അങ്ങനെയാണെങ്കിൽ നീ ബാലചന്ദ്രൻ്റെ മുടികൾ കളക്ട് ചെയ്യേണ്ട, അലീനയുടെയും ബബിതമോളുടെയും മുടികൾ കളക്ട് ചെയ്താൽ മതി. കൃഷ്ണമോളോട് പറഞ്ഞാൽ അവൾ അതിന് സമ്മതിക്കില്ല. അവൾ ബാലചന്ദ്രനോട് ആ ഒരു കാര്യം തുറന്നു പറയും. അതുകൊണ്ട് ബബിതയോട് നീ സംസാരിച്ച് ബബിതയുടെയും അലീനയുടെയും മുടികൾ കളക്ട് ചെയ്താൽ മതി. എൻ്റെ ഒരു സുഹൃത്ത് DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അയാൾ മറ്റാരും അറിയാതെ തന്നെ ഈ ഒരു ടെസ്റ്റ് നമ്മുടെ കയ്യിൽ ചെയ്തയക്കും. അപ്പോൾ നമുക്കറിയാം ഇത് ബാലചന്ദ്രൻ്റെ മകളാണോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ രാജീവനും വൈജയന്തിയുടെ ബാക്കി സഹോദരങ്ങളുടെയും ആവശ്യപ്രകാരം വൈജയന്തി ആ ഒരു കാര്യം ചെയ്യാമെന്ന് അവരോട് സമ്മതിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബബിതയോട് വൈജയന്തി ആ സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ബബിത വൈജയന്തിയുടെ കൂടെ ആയതിനാൽ വൈജയന്തി അവളോട് പറയുന്നുണ്ട്, ബബിതേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇനി ആരോടും പറയരുത്. നമുക്ക് നിൻ്റെ മുടിയും അലീനയുടെ മുടിയും കളക്ട് ചെയ്ത് അത് DNA ടെസ്റ്റിന് അയക്കണം. ബാലചന്ദ്രൻ്റെ മകൾ തന്നെയാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കണമെന്ന്. അതിനെ തുടർന്ന് ബബിത അവളുടെ മുടി കൊടുക്കുന്നുണ്ട്. അലീനയെയും വൈജയന്തി രഹസ്യമായിട്ട് നിരീക്ഷിച്ച ശേഷം അലീനയുടെ ചീപ്പിൽ നിന്നും വൈജയന്തി അവളുടെ മുടികളും കളക്ട് ചെയ്ത് അലീനയുടെയും ബബിതയുടെയും മുടികൾ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ DNA ടെസ്റ്റിനൊടുവിൽ 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ഫലം അറിയുന്നുണ്ട്. അവിടെ നിന്നും രാജീവിൻ്റെ സുഹൃത്ത് വിളിച്ച് രാജീവിനോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കളക്ട് ചെയ്ത മുടികൾ തമ്മിൽ ബന്ധമുണ്ട്, അവർ സഹോദരങ്ങളാണ്, അതെന്തായാലും ഉറപ്പിക്കാമെന്ന്. ഞെട്ടലോടെയാണ് രാജീവൻ ബാക്കി സഹോദരങ്ങളെ ഈ വിവരങ്ങൾ വിളിച്ചറിയിച്ചത്. അവർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് ബാലചന്ദ്രൻ്റെ മകള് തന്നെയാണ്. അയാൾ എൻ്റെ വൈജയന്തിയെ ചതിക്കുകയായിരുന്നു. കല്യാണത്തിന് മുമ്പ് ബാലചന്ദ്രന് മറ്റേതോ സ്ത്രീയിലുണ്ടായ മകള് തന്നെയാണ് അലീന എന്നുള്ള കാര്യം രാജീവനും രാജീവന്റെ ബാക്കി സഹോദരങ്ങളും ഉറപ്പിക്കുന്നുണ്ട്. വൈജയന്തിയോട് എങ്ങനെ ഈ സത്യം തുറന്നു പറയും എന്ന് ആലോചിക്കുന്ന രാജീവൻ അവസാനം അവളോട് ഈ സത്യങ്ങൾ തുറന്നു പറയാമെന്ന് തന്നെ കരുതി രാജീവിന് ബാക്കി സഹോദരങ്ങളും കൂടെ ചേർന്ന് വൈജയോട് ഈ സത്യം പറയുന്നുണ്ട്. വൈജയ്, നീ ഒരു കാരണവശാലും വിഷമിക്കരുത്. നിന്നെ അയാളെ ചതിക്കുകയായിരുന്നു. കല്യാണത്തിന് മുമ്പ് അയാൾ പറഞ്ഞതുപോലെ അയാൾക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞാണ് അലീന. അത് നമ്മൾ ഉറപ്പിച്ചു. DNA ടെസ്റ്റ് അതിൽ അവർ രണ്ടുപേരും സഹോദരങ്ങളാണ് എന്നുള്ള കാര്യം
അയാൾ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് ബാലചന്ദ്രൻ്റെ മകൾ തന്നെയാണ് എന്ന്. ഈ ഒരു സത്യം അറിയുമ്പോൾ വൈജയന്തി അങ്ങ് പൊട്ടിക്കരയുകയാണ്. വൈജയന്തിക്ക് അയാളോടുള്ള ദേഷ്യം അങ്ങ് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. വൈജയന്തി അവസാനം പറയുന്നുണ്ട്, എന്നെ തോൽപ്പിക്കാൻ അയാൾക്ക് കഴിയില്ല, എന്നെ ഇത്രയും നാളും അയാളപ്പോൾ വഞ്ചിക്കുകയായിരുന്നു അല്ലേ എന്ന്. ആ ദേഷ്യത്തിൽ തന്നെ വൈജയന്തി ബാലചന്ദ്രന്റെ റൂമിലേക്ക് കയറി ചെന്ന് വളരെ അമർഷത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളാണോ അലീന? എനിക്ക് ആ ഒരു സത്യം നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ തിരിച്ചറിയണം. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ റൂമിലോട്ട് കയറി വരാൻ? അപ്പോൾ വൈജയന്തി പറയുകയാണ്, എന്നോട് ഇനി ആര് പറയണം നിങ്ങളുടെ റൂമിൽ കയറി വരാൻ? എന്നോട് വേറെ ആരും പറയേണ്ട ആവശ്യമില്ല, എനിക്കതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ അധികാരമൊക്കെ നിന്നിൽ നിന്ന് ഞാൻ എന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു, നിനക്കിപ്പോൾ ആ ഒരു സ്ഥാനമൊന്നും ഞാൻ തന്നിട്ടില്ല. വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ ആർക്കാണ് അപ്പോൾ അത്രയും അധികാരം കൊടുത്തിരിക്കുന്നത്? കല്യാണത്തിന് മുമ്പേ എന്നെ ചതിച്ചിട്ട് മറ്റൊരു സ്ത്രീയിൽ നിങ്ങൾക്കുണ്ടായ മകൾ അലീനയ്ക്കാണോ ഇത്രയും അധികാരം? അതോ അവളുടെ പ്രസവിച്ച് അവളുടെ അമ്മയ്ക്കാണോ നിങ്ങൾ ഇത്രയും അധികാരം കൊടുത്തിരിക്കുന്നത്? ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, നീ എന്താണിപ്പോൾ എന്നോട് സംസാരിക്കാൻ വന്നത്? അലീന എൻ്റെ മകൾ തന്നെയാണോ എന്നുള്ള കാര്യമാണോ നീ കേട്ടോ? അവൾ എൻ്റെ മകൾ തന്നെയാണ്. ബാലചന്ദ്രന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വൈജയന്തി അതിശക്തമായിട്ട് ബാലചന്ദ്രനോട് എതിർക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മകൾ തന്നെയാണ് അലീന എന്ന്. അത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്രയും നാളും ചതിച്ചത്? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിന് എന്നെ വിവാഹം കഴിച്ചു? എന്തുകൊണ്ട് നിങ്ങളെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞില്ല? എന്തിനാ നിങ്ങൾ എന്നെ ചതിച്ചത് എന്ന് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എങ്ങനെയാണ് ഈ സത്യം അറിഞ്ഞത്? അലീന എൻ്റെ മകളാണെന്നുള്ള കാര്യം ഇത്രയും കൃത്യമായി നിന്നോട് പറഞ്ഞത് ആരാണ് എന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതാണ്. രാജീവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ DNA ടെസ്റ്റിന് കൊടുത്തിരുന്നു. ദാ കണ്ടോ DNA ടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഞെട്ടലോടെയാണ് ആ ഒരു DNA ടെസ്റ്റിലേക്ക് നോക്കുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഓഹോ, നീ അറിഞ്ഞോ അപ്പോൾ ഇതെൻ്റെ മകള് തന്നെയാണ് എന്നുള്ള കാര്യം? ഇടി പൊട്ടി, നീയും നിന്റെ സഹോദരങ്ങളും ഇതുവരെയായിട്ടും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഈ ബാലചന്ദ്രനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിന്റെ സഹോദരങ്ങൾ പോലും ഇതുവരെ ഈ ഒരു സത്യവും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ സഹോദരനെ പൊട്ടന്മാരെന്ന് വിളിക്കാൻ നിങ്ങൾ ആരാണ്? ഉള്ളത് കൊണ്ട് ഞാൻ ഈ സത്യം മനസ്സിലാക്കി. ഇത് ഉറച്ച തെളിവ് തന്നെയാണ്. ഞാൻ അലീനയുടെയും ബബുദമോളുടെയും മുടികൾ കളക്ട് ചെയ്താണ് കൊടുത്തിരുന്നത്. അതിൽ നിന്നും ഒരു സത്യം മനസ്സിലായി. അലീനയും ബബുദമോളും സഹോദരങ്ങളാണ്, അത് നിങ്ങളുടെ മക്കളാണ് എന്നുള്ള കാര്യം. വീണ്ടും ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് ഇത്രയും നാളായിട്ടും ഒരു കാര്യവും മനസ്സിലായില്ലല്ലേ വൈജയ്? നീ എന്തിനാണ് ഇങ്ങനെ പൊട്ടം കളിക്കുന്നത്? നീ എത്ര പുണ്യവതിയാണോ? സ്വന്തം തല മറന്ന് എണ്ണ തേക്കരുതേ വൈജയ്. ആദ്യം നീ നന്നാവാൻ നോക്ക്. DNA റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്ന് വൈജയന്തിയുടെ സഹോദരനായ രാജീവൻ ഗംഗാധര മേനോനെ ഈ സത്യം വിളിച്ചറിയിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ഗംഗാധര മേനോന് എല്ലാ സംശയങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഗംഗാധര മേനോന്റെ മനസ്സിൽ മുന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു, അലീന വൈജയന്തിയുടെ മകളാണോ എന്നുള്ള കാര്യം. ഈ DNA റിപ്പോർട്ട് വന്നതോടുകൂടി ഗംഗാധര മേനോൻ അത് ഉറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗാധര മേനോൻ രാജീവനോട് പറയുന്നുണ്ട്, എടാ പൊട്ടന്മാരെ, ഇത് വൈജയന്തിയുടെ മകളാണ്, അല്ലാതെ ബാലചന്ദ്രന്റെ മകളല്ല. ബാലചന്ദ്രനെ നമുക്ക് ചെറുപ്പത്തിൽ തൊട്ട് അറിയാവുന്നതാണ്. ബാലചന്ദ്രൻ നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ താമസിച്ചിരുന്നത്. അയാളുടെ കുട്ടിക്കാലം മുഴുവൻ നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇത് ബാലചന്ദ്രന്റെ മകളല്ല, ഇത് നമ്മുടെ സ്വന്തം സഹോദരി വൈജയന്തിയുടെ മകളാണ്. ഈ ഒരു സത്യം രാജീവനും ബാക്കി സഹോദരങ്ങൾക്കും ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല. ഗംഗാധരനോട് വീണ്ടും രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? വൈജയന്തിയുടെ മകളാണോ എന്നോ? വൈജയന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഉണ്ടായ ബന്ധത്തിൽ നിന്നുണ്ടായ മകളാണ് എന്നോ? അന്ന് അച്ഛൻ ആ കുഞ്ഞിനെ മറ്റൊരിടത്ത് ഉപേക്ഷിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് വീണ്ടും പറഞ്ഞു 3 വയസ്സായ സമയത്ത് അവൾ മരണപ്പെട്ടു എന്ന്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു വൈജയന്തിക്ക് കല്യാണത്തിന് മുമ്പുണ്ടായ ബന്ധത്തിലുണ്ടായ മകളാണ് അലീന എന്ന്. എന്താണ് സത്യം? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എടാ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. അലീന വൈജയന്തിയുടെ മകളാണ്. എനിക്ക് അന്നേ ഒരു സംശയം തോന്നിയിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവിടെ അമ്മയെ നോക്കാനെന്ന പേരിൽ അലീനയെ ഓർഫണേജിൽ നിന്നും ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഇപ്പോഴത്തെ കാര്യങ്ങളും വച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു, അത് അലീന വൈജയന്തിയുടെ മകൾ തന്നെയാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യവും കൂടെ പറയാം. ഇനി ഒരിക്കലും ബാലചന്ദ്രന്റെ വീട്ടിൽ ചെന്ന് അലീനയെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. അയാൾ ഇത്ര നാളും ക്ഷമിച്ചു, ഇനി അയാൾ നിങ്ങൾക്കൊരു ചാൻസ് തന്നു വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കരുത്. അത് വൈജയന്തിയുടെ മകളല്ലേ, അവൾ അവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നല്ലൊരു കുട്ടിയല്ലേ അവള്. ബാലചന്ദ്രൻ സ്വന്തം മകളെ പോലെ അവളെ സ്വീകരിക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ, അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുന്നില്ലേ? ഇനി എന്ത് വേണം? ആദ്യം നമ്മൾ കരുതിയിരുന്നത് വൈജയന്തിക്ക് ഇങ്ങനെ
ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നറിഞ്ഞാൽ ബാലചന്ദ്രൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, വൈജയന്തിയെ എന്തായിരിക്കും ചെയ്യുന്നത് എന്നല്ലേ. ഇപ്പോൾ ബാലചന്ദ്രൻ ആ ഒരു കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ സ്വീകരിച്ചു, എന്നിട്ടും വൈജയന്തി അത് അറിഞ്ഞില്ല. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്തായാലും ഏട്ടാ അതൊരു പിഴച്ച സന്തതിയല്ലേ, വേണ്ടാത്ത വഴിവിട്ട ബന്ധത്തിൽ ഉണ്ടായുള്ളതല്ലേ, അതിനെ നമ്മൾ എന്തിനാണ് വീട്ടിൽ നിർത്തിയിരിക്കുന്നത്, നമുക്കവളെ പറഞ്ഞു വിടാമെന്ന്. അപ്പോൾ ഗംഗാധര മേനോൻ വീണ്ടും പറയുന്നുണ്ട്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്, ബാലചന്ദ്രന് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, അത് വൈജയന്തിയുടെ മകളാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും ബാലചന്ദ്രൻ എത്ര നന്നായിട്ടാണ് അവളെ കെയർ ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്. കൃഷ്ണമോളെയും ബബിതമോളെയും സ്നേഹിക്കുന്നത് പോലെ അലീനയും അയാളെ സ്നേഹിക്കുന്നു. അയാൾക്കിപ്പോൾ 3 മക്കളല്ല 4 മക്കളാണ് എന്നുള്ള കാര്യം അയാൾ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ബാലചന്ദ്രനോട് ഈ പേരും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ നടക്കരുത്, ഒരു യുദ്ധത്തിന് നടക്കരുത്. അയാൾ തിരിച്ചിനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ ഗംഗാധര മേനോന്റെ വാക്കുകൾ കേട്ട് രാജീവനും ബാക്കി സഹോദരങ്ങളും വൈജയന്തിയോട് ഈ സത്യം തുറന്നു പറയാതെ തന്നെ ബാലചന്ദ്രനോടുള്ള യുദ്ധം അവർ അവസാനിപ്പിക്കുകയാണ്. തൻ്റെ സഹോദരി ഈ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ അവൾക്കൊരിക്കലും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ബാലചന്ദ്രനെ ചതിച്ചു എന്ന മനോവിഷമത്തിൽ അവൾ ചിലപ്പോൾ ജീവൻ ഒടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് വൈജയന്തി അറിയണ്ട എന്ന തീരുമാനത്തിൽ രാജീവനും ബാക്കി സഹോദരങ്ങളും അവിടെ നിന്നും മടങ്ങുകയാണ്. വൈജയന്തി ഈ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ അവൾ ഒരിക്കലും ജീവനോടെ ഇരിക്കില്ല എന്നുള്ള സത്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വൈജയന്തിയെ ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ അറിയിക്കാതെ തന്നെ അവരവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴ തോറും മുമ്പേയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.